പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആരുമില്ലാത്ത മനുഷ്യരുടെ വേദനകൾ, സഹനങ്ങൾ അവർ താണ്ടുന്ന ദുരിതകാണ്ഡങ്ങൾ കാണുമ്പോൾ വൈകാരികമാവുന്നതും രോഷമുണ്ടാകുന്നതും ഒരു തെറ്റാണെങ്കിൽ ഏത് കോടതിയിലും ആ കുറ്റമേറ്റെടുക്കാൻ തയ്യാറാണ്. ഹാനികരമായ അൾട്രാവയലറ്റ് ആധിക്യത്തിൽ ദിവസങ്ങളിൽ കത്തിയാളുന്ന പകൽച്ചൂട് ദേഹത്ത് തട്ടിക്കൂടാ എന്നാണ് മുന്നറിയിപ്പ്. ആ ചൂടിന് മുകളിൽ മുച്ചൂടും പൊള്ളിക്കുന്ന ഒരു വിലക്കയറ്റ കാലത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ 230 രൂപ തികയുന്നില്ല സാറേ എന്നേതൊരു പൊടിക്കുഞ്ഞിന് മനസ്സിലാവുന്ന മുദ്രാവാക്യം ഉയർത്തി ഒരു മുതലാളിയും മാസപ്പടി കൊടുക്കാത്ത, ആഡംബരമെന്ന ആലോചന പോലും ആഡംബരമായ ഇച്ഛാശക്തി മാത്രം കൈമുതലായ കുറച്ച് പെണ്ണുങ്ങൾ ഈ പ്രബുദ്ധ കേരളത്തിന്റെ മനസാക്ഷി മുറ്റത്ത് വെയിലത്തും മഴയത്തും നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ദിവസം 32. വെയിലത്ത് കരിവാളിച്ച മുഖങ്ങൾ, വീട്ടിൽ കാത്തിരിക്കും നമ്മുടെയൊക്കെ അമ്മമാരുടെ സഹനമുഖങ്ങൾ ഓർമ്മയിലുള്ളവർക്ക് ധാർമ്മിക രോഷത്തോടെ അല്ലാതെ ആ 32 നാളുകളെ കാണാവുന്നതാണോ? ഒരു കേന്ദ്രമന്ത്രിയും BJPയും ആ സമരപ്പന്തലിൽ കയറി ഇറങ്ങലാണ്. UP-ൽ എത്രയാണ് കൂലി? 1500. എത്രയാണ് ഗുജറാത്തിൽ? 2500. മഹാരാഷ്ട്രയിൽ 3500. 1000 രൂപയാണ് ബീഹാറിലെ വേതനം. ഇൻസെന്റീവ് ഏതോ കാലത്ത് 2000 ആക്കിയതല്ലാതെ ആശമാരെ മുഖവിലക്കെടുക്കാത്തവർ, കേരളത്തിന് പുറത്തെ സംസ്ഥാനങ്ങളിൽ ഇതേ ആവശ്യത്തിൽ അവരുടെ ആവശ്യങ്ങളെ അവഗണിച്ചവർ, തിരിഞ്ഞു നോക്കാത്തവർ, ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ആശമാർക്ക് 1000 ചില്ലുവാനും കപ്പലണ്ടി കാശ് കൊടുക്കുന്നവർ, ഈ സമരത്തിൽ ഒന്ന് സിനിമാ ഡയലോഗ് അടിക്കണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടി പോരാ. ഷോ ഓഫാണ്, മുതലെടുപ്പാണ്. കളമൊരുക്കിയത് ആരാ? ഈ സർക്കാർ. 6-ാം നാൾ ഒരു കാട്ടുകൂട്ടി ചർച്ച നടത്തിയ ആരോഗ്യമന്ത്രി ആറ്റുകാൽ എന്ന് പറയലാണ് ഞങ്ങൾ ആശമാരെ അങ്ങ് ചേർത്ത് പിടിക്കുന്നവരാണ്. ആ ക്ഷേത്രമുറ്റം തൊട്ട് സമരപ്പന്തൽ വരെ ദൂരം 3.25 കിലോമീറ്ററേ ഉള്ളൂ. ആശമാർ കരിവാളിക്കും പോലെ വെയിലത്ത് കരിയണ്ട. AC ഇട്ട മന്ത്രിവാഹനത്തിൽ അവിടം വരെ പോയി ആ കണ്ണീർ പൊങ്കാല കണ്ട് അവിടെ ആ പ്രഖ്യാപനം നടത്താൻ മന്ത്രി സാറെ എന്താ പേടിയാണോ? PSC മേലാളന്മാർക്ക് വാരിക്കോരി കൊടുത്ത ലക്ഷങ്ങളൊന്നും ഉലുത്തി കൊടുക്കണ്ട. ഈ ആരോഗ്യ കേരളം കാക്കാൻ അങ്ങേയറ്റം അധ്വാനിക്കുന്നവർക്ക് 1000 രൂപ കൂട്ടാമെന്ന് പേരിനെങ്കിലും പറയുന്നില്ലെങ്കിൽ SDPI ജമാഅത്തെ ചാപ്പയടിക്കാതെ കൂടങ്ങൾ എന്ന് വൃത്തികേട് പറയുന്നതല്ലാതെ വിളിച്ചിരുത്തി നല്ല വർത്താനം പോലും പറയാൻ തയ്യാറല്ലെങ്കിൽ പ്രശ്നം കേന്ദ്ര ഫണ്ടല്ല സാറേ, അധികാരത്തിന്റെ അഹങ്കാരമാണ്. പൊളിറ്റിക്കൽ ഈഗോ പൊറുപ്പിക്കാവതല്ല. സമരം 32 ദിവസങ്ങൾ 320 ആണെങ്കിലും പ്രിയപ്പെട്ട ആശമാരെ, അമ്മമാരെ, ഏത് CITU ബദൽ സമരം നടത്തി പൊളിക്കാനിറങ്ങിയാലും വിരട്ടിയാലും അധിക്ഷേപിച്ചാലും വിറച്ചു പോവരുത്. ഈ കേരളം കൂടെയുണ്ട്. കരുത്തോടെ വിളിക്കണം. മുഷ്കിന്റെ മുഖത്തേക്ക് നോക്കിയ മുദ്രാവാക്യം, അവകാശങ്ങൾ നേടാതെ, അടിമക്കാലം തീരാതെ, അനന്തപുരിയുടെ മണ്ണിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങില്ല.